ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. ഇനി റമദാനിലേക്ക് വിരൽ എണ്ണാവുന്ന ദിവസമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ ഒരു 6 മണിയാണ് കേട്ടോ. കാരണം ഒരു 9 മണി 10 മണിയാകുമ്പോഴൊക്കെ എൻ്റെ മോനെണിക്കും. അതിൻ്റെ മുന്നേ ഏകദേശം പണി നിർത്തി കഴിഞ്ഞാൽ അത്രയും സമാധാനമല്ലേ. അപ്പോൾ പണി എടുക്കുന്നതിന് മുന്നേറ്റ് ബൂസ്റ്റ് എനിക്ക് നിർബന്ധമാണ്. ബൂസ്റ്റും അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതാട്ടോ കഴിക്കുന്നത്. 3 മുട്ട എടുത്തിന്. കാരണം ഇത്രയൊക്കെ പണി ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, അപ്പം കുറച്ച് എനർജിയൊക്കെ വേണ്ടേ. അങ്ങനെ ഞാൻ മുട്ട പുഴുങ്ങിയതും ബൂസ്റ്റും കുടിച്ചിട്ട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടാ. ആദ്യം ഞാൻ ഫ്രിഡ്ജാട്ടോ വൃത്തിയാക്കുന്നത്. കാരണം കിച്ചണിലെ മെയിൻ നമ്മൾ ഫ്രിഡ്ജാണല്ലോ. അപ്പം ഇത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെയൊക്കെ വീട്ടിൽ റമദാൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി എന്ന് ഞാൻ ചിന്തിക്കൽ ഉമ്മ ഉണ്ടാക്കും. മണ്ണാമ്പലടിക്കാൻ വേണ്ടി പറയും ഉപ്പാനോട്. അപ്പം ഞാൻ ചിന്തിക്കും, ഇത് റമദാൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി. കാരണം നെക്സ്റ്റ് എന്തെങ്കിലും പണി എനിക്കുമ്മ തരും. എനിക്കുമ്മ തരുത്ത് വേറൊന്നുമല്ല, നമ്മളെ ഈ കിച്ചണിൽ കുറേ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങളില്ലേ, അത് തുടക്കലാന്ന് എൻ്റെ പണി. ഇപ്പം ഞാൻ ഈ പണികളെല്ലാം ചിന്തിക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രമേ ഉമ്മ അത് എടുക്കുള്ളൂ. പക്ഷെ റമദാനായതുകൊണ്ട് പിന്നെ അതൊന്നും പൊടി പിടിച്ച് കിടക്കരുതല്ലോ. അങ്ങനെ ആ പണി എന്നെ ഏൽപ്പിക്കും. പിന്നെ ഉമ്മ ചെയ്യൽ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ പുതിയത് വാങ്ങും. പിന്നെ ഉള്ള ബെഡ്ഷീറ്റൊക്കെ അലക്കി വെക്കും. കാരണം റമദാനായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വരുമല്ലോ, എന്തായാലും സ്റ്റേയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഉമ്മ നിസ്കാരക്കുപ്പായം വാങ്ങി വെക്കും കേട്ടോ. കാരണം മെയിൻ നിസ്കാരക്കുപ്പായാണല്ലോ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പം ഒന്ന് നാട്ടിൽ പോയാലോ എന്ന് ചിന്തിക്കുന്നു. കാരണം പെരുന്നാളും ആഘോഷങ്ങളെല്ലാം നമ്മളെ നാട്ടിൽ തന്നെയാണ് ബെറ്റർ. നാട്ടിലായി കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. നാട്ടിലായി കഴിഞ്ഞാൽ ഇക്ക ഉണ്ടാവില്ല. ഇക്കാക്ക് ലീവ് വീട്ടിൽ കുറവാണ്. അപ്പം വിചാരിക്കും ഇക്കയില്ലല്ലോ. അപ്പം രണ്ടും കൊണ്ട് വിചാരിച്ചാൽ നമുക്ക് രണ്ടും നടക്കൂലല്ലോ. ഏതെങ്കിലും ഒന്നല്ല നടക്കൂലോ. അതൊക്കെ വിട്. കാരണം പണിയെടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. കാരണം എൻ്റെ പണിയിൽ കോൺസെൻട്രേഷൻ പോകും. പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥത എനിക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞെണീച്ച് കഴിഞ്ഞാൽ ഒക്കെ മൂടുമ്പോൾ കേട്ടോ. അവനെന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആക്കലില്ല. പിന്നെ അവൻ്റെ കൂടെ ഞാൻ വേണം. കാരണം ഇവിടെ അവൻ്റെ കൂടെ കളിക്കാൻ ഞാൻ മാത്രമേ ഇല്ലൂ. അപ്പം ഫ്രിഡ്ജിൻ്റെ ഏകദേശം പണി നമ്മൾ കഴിയാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റൊന്ന് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജ് റെഡി ആകുമ്പോഴേക്ക് ബെഡ്ഷീറ്റ് ഇവിടെ നിന്ന് അലങ്ങിക്കോളും, കറങ്ങിക്കോളും, അലക്കിക്കോളും. സംസാരിച്ച് തെറ്റിപ്പോന്ന്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഫ്രിഡ്ജിൻ്റെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ അതാത് സ്ഥാനങ്ങളിലേക്ക് അടുക്കി വെക്കുന്നിട്ടാ. ഈ സൈഡ് കാണുന്ന വേണ്ട, ആ സാധനം എനിക്ക് വിളിച്ചാൽ വന്നിട്ടില്ല. കാരണം അത് ഭയങ്കര ഉറപ്പാണ്ടായിരുന്നു. അവിടെ ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നിട്ടാ. പക്ഷേ ക്ലീനിങ്ങിനൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ. നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്ത്. പിന്നെ ഫ്രീസറിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടിട്ട് കൊളാക്കണ്ട വിചാരിച്ച്. അപ്പോൾ പിന്നെ ആടെ തൊട്ടിട്ടാ, അതങ്ങനെ തന്നെ വെച്ച്. പിന്നെ നെക്സ്റ്റ് ഞാൻ വിചാരിച്ച് സോഫ ക്ലീൻ ആക്കാം. കാരണം സോഫ അങ്ങനെ ക്ലീൻ ആക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഡെറ്റോളിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് തുടക്കുകയെന്നില്ല കേട്ടോ. കാരണം ടൈം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കാട്ടും വലിയ പണികൾ കിച്ചണിൽ ബാക്കിയുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇന്നത്തെ ഡേ സേവ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ സോഫയുടെ പരിപാടി കഴിയുമ്പോൾ തന്നെ എൻ്റെ മോൻ എണീച്ചന് കേട്ടോ. അപ്പം നേരത്തെ അലക്കിയ ബെഡ്ഷീറ്റ് ഞാൻ വേഗം വിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ആ പണി അവിടെ കഴിയുമല്ല. ബാക്കി പണി നമുക്ക് ഇൻഷാ അല്ലാ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ച്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഓൻ ഫുഡെല്ലാം കഴിച്ചിട്ട് ഓൻ ഉറങ്ങും. ആ സമയമാകുമ്പം നമുക്ക് നെക്സ്റ്റ് പണി ചെയ്യാം. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്തതിന്. ഓൻ ഉറങ്ങിയതിന് ശേഷം ഓനൊരു 2-2:30 ആകുമ്പോൾ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിന്. ഓൻ ഉറങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. കാരണം ഫുഡ് കഴിച്ചിട്ട് ഓൻ ഉറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചത് അവിടെ പോകും. അപ്പോൾ ഓൻ ഉറക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ടാ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് അടുത്ത പണിയിലേക്ക് പോയത്. ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളത്. ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് സാധനങ്ങൾ വെക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാധനങ്ങളെല്ലാം ഫുള്ള് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ആക്കാൻ കേട്ടോ. എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊരു ദിവസമേ ഉണ്ടാവും കേട്ടോ. പിറ്റേന്ന് അത് ഞാൻ എടുക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് മാറ്റും. പിന്നെ പിറ്റേ ദിവസം വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞാൻ തന്നെ ഒരു വയ്യാവും.
പിന്നെ ഇക്കയും പറയും ഇതൊക്കെ ഒരു ദിവസത്തേക്കല്ലേ വരാം, നീ ആ സാധനം തന്നെ വീണ്ടും വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ വീണ്ടും തപ്പും. പക്ഷെ എന്നാലും ഞാൻ വിടൂല, ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കും. കാരണം അറേഞ്ച് ചെയ്ത് വെച്ച് കാണാൻ നമുക്ക് നല്ല രസമല്ലേ. ഒരു കിച്ചണിൻ്റെ ഒരു ഭംഗി തന്നെ ഈ അറേഞ്ച്മെൻറ്റ്സാണ് അല്ലേ. എൻ്റെ ഭംഗി അങ്ങനെയാണ് കേട്ടോ, നിങ്ങളെ ഭംഗി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് മാറ്റി കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ. കാരണം എനിക്കറിയാലോ എന്നെപ്പോലുള്ള ആൾക്കാർ ഈ ഭൂമിയിലുണ്ടെന്ന്. പിന്നെ എൻ്റെ ഇക്കാനോടും പറയാം, കണ്ട എന്നെപ്പോലുള്ള ആൾക്കാർ ഇടുന്നുണ്ട്. ഇക്ക പറയാം നീ മാത്രമേ ഇങ്ങനെ ഇല്ലൂ, തിരുത്തണ്ടേ, ഞാൻ മാത്രമല്ല ഇങ്ങനെയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം ഈ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെയാണ് കേട്ടോ എൻ്റെ അറേഞ്ച്മെൻറ്റ്സും റീഅറേഞ്ച്മെൻറ്റ്സും നടക്കുന്ന സ്ഥലം. കാരണം ഇത് ഞാൻ ഇതുപോലെ പെർഫെക്റ്റായിട്ട് വെക്കും. പിന്നെ അത് വീണ്ടും കിട്ടാതെ വെക്കുമ്പോൾ ആടെ വെച്ചിട്ട് സാധനം ഞാൻ താഴെ വെക്കും, താഴെ വെച്ച സാധനം ഞാൻ മുകളിൽ വെക്കും. അതാണ് ഇക്ക പറഞ്ഞ ആ ഒരു സംഭവം കേട്ടോ. ഇക്കാനെ കുറ്റം പറയാനെങ്കില, കാരണം ഞാനെങ്ങനെയാണ്, എനിക്ക് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഉദ്ദേശിച്ച സാധനം എൻ്റെ കൺമുന്നിൽ കിട്ടണം. പിന്നെ അവിടെ പിന്നെ ഭംഗിയൊന്നും ഞാൻ നോക്കാറില്ല, ഞാൻ ആ സാധനം എടുത്തിട്ട് അവിടെ വെക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇവിടെ അല്ലല്ല വേണ്ടത്, ഇത് മുകളിലല്ല വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ മുകളിൽ കയറ്റി വെക്കും. അതാണ് എൻ്റെ അവസ്ഥ. ഭംഗി മാത്രം നോക്കിയാൽ പോരല്ല, നമ്മളെ കാര്യങ്ങളും നടക്കണ്ടേ അല്ലേ. വർത്താനം പറഞ്ഞാലേ ഞാൻ എടിയോ ഒത്തിപ്പോവും, പറഞ്ഞൊന്നല്ല ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കില്ല കേട്ടോ, എൻ്റെ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ അല്ല എൻ്റെ വർത്താനത്തിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല കേട്ടോ. സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇക്കെന്നെ പറയും ഫറ നീ എവിടെയോ എത്തിയിട്ടാ, അപ്പം ഞാൻ നിർത്തും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കെന്നെ ഓർമ്മയില്ല. നമ്മളെ റമദാൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ, നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ ഒരു സംശയം. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ താഴെ വെച്ച സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനത് അവിടെ നിന്ന് മാറ്റും. റമദാൻ തീരുന്നവരെങ്കിലും ഇങ്ങനെ ഉണ്ടാവണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെക്കാട്ടോ. കാരണം ഇനി ഒരു ചെറിയ ഒരു പണിയും കൂടി താഴെ ബാക്കിയുണ്ട്. അതൊരു വലിയ പണിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവിടെ ഞാൻ തൊടാറേ ഇല്ല. ആ ഒരു സ്ഥലം ക്ലീൻ ആക്കണമെങ്കിൽ ഈ ഒരു സ്ഥലം വേഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അവിടത്തേക്ക് വേഗം പോകാൻ പറ്റും. അറേഞ്ച് ചെയ്തതിൻ്റെ അടക്കാട്ടോ ഒരു കുപ്പി കാലിയായത് ഞാൻ അറിഞ്ഞത്. അപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു കവറിലുണ്ടായിന്, അത് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു കുപ്പിനവിടെ ഫില്ലാക്കിയിട്ടാ. അങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടാ. പിന്നെ അതിൻ്റെ പുറം ഭാഗം ഞാൻ ജസ്റ്റ് തുടച്ചിട്ടുണ്ടായിന്. അതാകുമ്പം ഡീപ്പായിട്ട് കംപ്ലീറ്റ് ആയല്ലോ, വേറൊരു പണിയും അവിടെ ബാക്കിയില്ല. ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറം സൈഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ബാക്കി വന്ന കുറേ സാധനങ്ങൾ കുറേ ക്ലിപ്പെല്ലാം ഇട്ടിട്ട് വെച്ചായിരുന്നു കേട്ടോ. അവിടെ അത്ര വലിയ വൃത്തികേടൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ജസ്റ്റ് തുടച്ചിട്ടാകുമ്പോൾ ആ സാധനങ്ങൾ ഞാൻ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ക്ലിപ്പെല്ലാം മാറ്റിയിട്ട് പുതിയ ക്ലിപ്പെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്ലിപ്പ് കാണാണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ക്ലിപ്പിലേക്ക് തന്നെ പോകട്ടോ, അതാണ് എൻ്റെ പണി. അപ്പം ഇത് ഇവിടെ റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ പോലത്തെ അതേപോലത്തെ സംഭവം തന്നെ ആടെ തുടച്ചപ്പോൾ ഇടിയും തുടച്ചു. അപ്പം അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഇപ്പം കാണാൻ എന്താ ഭംഗിയല്ലേ. ഇത് കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഭാരം വിട്ടുപോയിട്ടാ. റമദാൻ തീരുന്നവരെങ്കിലും അതങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ പറഞ്ഞില്ലേ കുറച്ച് പണികളും ബാക്കിയുണ്ട്, അത് ഇതാട്ടാ. നമ്മളെ ഈ പാത്രം വെക്കുന്ന സംഭവമെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാനുണ്ട്. കാരണം പാറ്റ ഇവിടുത്തെ ഒരു സ്ഥിരം അതിഥിയാണ്. അത് യുഎൻ്റെ അതിഥിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചില ക്ലീൻ ആക്കാണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരാറുണ്ട്. അതുകൊണ്ട് എപ്പോൾ നമ്മൾ ക്ലീനാക്കി നിന്നാലേ നമുക്ക് ഈ പാറ്റയിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് മോനൊന്ന് എണീച്ചിട്ടുണ്ടായിനെ. ഓനെ കളിക്കാനൊന്നല്ല എണീച്ചത്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഓനെ ഫീഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഉറക്കിന് കേട്ടോ. കാരണം ഈ ഒരു പണികൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതവിടെ പെൻഡിങ് ആവും. ഇങ്ങനത്തെ പണികളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ പോയി പോകും. പിന്നെ ഫുള്ള് തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ഒരു പണിയെടുക്കും. അത് വേണ്ട. ഈ ഒരു കേസിൽ നമ്മൾ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആക്കണം ഇവിടെ. കാരണം മെയിൻ ഏരിയ ഇവിടെയാണല്ലോ നമ്മൾ പാത്രങ്ങളെല്ലാം വെക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിൽ അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം
ഡെറ്റോളിൻ്റെ വെള്ളത്തിലാട്ടോ തുടക്കുന്നത്. കാരണം എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് നശിച്ചു പോട്ടെ. ഡെറ്റോളിൽ പിന്നെ ആ കഴിവുണ്ടല്ലോ, ഈ അണുക്കളെ കൊല്ലുന്ന പരിപാടി. ഈ അക്ഷരസ്ഫുടത തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്നിടക്കുന്ന തെറ്റിപ്പോന്നു. നിങ്ങളെന്നും വിചാരിച്ചൊക്കെയല്ലേ. മലയാളം സംസാരിക്കാൻ എനിക്കറിയാം, ഞാൻ മലയാളി തന്നെയാണ്. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോവും. പണ്ട് മുതലേ ഞാൻ അങ്ങനെ പോയി. ചില ആൾക്കൊന്നും എൻ്റെ സംസാരം തിരിയില്ല കേട്ടോ. പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ്. അവൾ ട്രിവാൻഡ്രം, ഞാൻ കണ്ണൂരാട്ടോ. ഇനി നമ്മളെ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ല. ചിലതൊന്നും ഞാൻ പറഞ്ഞ അവൾക്ക് തീരെ മനസ്സിലാവാറില്ല. ഇപ്പോൾ അവൾ റെഡി ആയിട്ടാ. ഇപ്പം അവൾ ഹസ്ബൻഡിന് ഞാൻ പറയുന്നത് തർജ്ജമ ചെയ്ത് കൊടുക്കൽ അവളാണ്. അവൾ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് അയച്ചൊന്നും തിരിയലില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ ഹസ്ബൻഡ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പറയും ഇവളെന്താന്ന് മെസ്സേജ് അയച്ചത്. ആദ്യം ഓക്കൊന്നും അറിയുന്നുണ്ടായിട്ടില്ല, ഇപ്പോൾ അവൾ തർജ്ജമ ചെയ്ത് കൊടുക്കലായിട്ടാ. അപ്പം നമ്മൾ പറഞ്ഞത് എവിടെ എത്തി? ഞാൻ എവിടെല്ലോ എത്തിയിട്ടാ. നമ്മൾ ഇവിടെ പാത്രം ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലെല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ തൊടാത്തൊരു ഏരിയ, അത് ഇതാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മളെ ദമ്മിൻ്റെ അടിയിലെല്ലാം വെക്കുന്ന പാത്രമില്ലേ, അത് മൊത്തം നമ്മൾ ആ വേസിൻ്റെ വെള്ളം പറഞ്ഞിട്ട് ഫുള്ള് മെസ്സായിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് ആ വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം ആ ലിക്വിഡ് വെച്ചിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ തുടക്കാനും പിടിക്കാനെല്ലാം പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. The wind hums songs at the break of day, whispering pines, secrets untold. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പുറത്ത് വെച്ചെടുത്തുനിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കയറ്റുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ കളഞ്ഞ്. അങ്ങനെ ഈ പരിപാടിയും കൂടി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഗ്യാസ് ക്ലീൻ ആക്കാൻ പോയിട്ടാണ്. ഇത് ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ആക്കുന്നതന്നെ, പക്ഷേ ഇന്ന് കുറച്ച് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി മൊത്തത്തിൽ കഴിയും. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, അങ്ങനെ ഗ്യാസും ക്ലീനാക്കി ഇന്നത്തെ ഡേൻ്റെ എല്ലാ പണികളും ഞാൻ തീർത്തിട്ടാ. ഒരു വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ തന്നെ പണിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പം പറയുന്ന കണക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ ഒരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.